ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചെറിയ ചീമച്ചക്കയാണ്. ചീമച്ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് 3 ഇടത്തരം സവാള, 2-3 പീസ് തേങ്ങാക്കൊത്ത്. ഇനി ഇത് അരിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. നമ്മുടെ ചീമച്ചക്ക, ഉള്ളി, തേങ്ങാക്കൊത്തും എല്ലാം ഇവിടെ അരിഞ്ഞ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ശകലം മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു സ്പൂൺ മീറ്റ് മസാലപ്പൊടി. ഇതെല്ലാം മസാലയെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഇത് വേകാനുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേകാൻ വെക്കുക. ഇനി ഇതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. അതിൻ്റെ തേങ്ങാപ്പാലൂടെ ചേർക്കണം. ഇനി ഇത് വെന്തിട്ട് കാണിക്കും. നമ്മുടെ ചീമച്ചക്ക ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കടുക് വറുക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെന്ത ചീമച്ചക്കയിലോട്ട് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേന് കടുക് വറുത്ത് ഇതിനകത്ത് ചേർക്കാനാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇതിന് ചേർക്കുന്നുണ്ട്. ശകലം ഗരം മസാലപ്പൊടി, അത് കടുക് വറുക്കുമ്പോൾ അതിലിടാൻ. മുളക് മുറിച്ചിട്ട് കടുക്, ഒരു നുള്ളി ജീരകം, ഇതെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി അതിന് വേണ്ടുന്ന കറിവേപ്പില, കുറച്ച് ഗരം മസാലപ്പൊടി, എന്നിട്ട് ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ ഈ കൂട്ടിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ചീമച്ചക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ കറിയാണ്. ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ എല്ലാം ഉപയോഗിക്കാവുന്ന നല്ല സൂപ്പർ കറിയാണ്.